ആർക്കെങ്കിലും എന്തെങ്കിലും ഇതുപോലുള്ള സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ ഇത് ചെറിയ അവിടെ ഇവിടെയൊക്കെ ഡോക്ടേഴ്സിനെ കാണിച്ചിട്ട് ഇപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. കാണാം ഗംഗ ഹോസ്പിറ്റലിനെ കിടുകിട പറപ്പിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഭാര്യ വിധു സെക്യൂരിറ്റിയുമായി ഭയങ്കര അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെന്ന് പറയുന്നില്ല, കോയമ്പത്തൂർ ടൗണിനെ കംപ്ലീറ്റ് പറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നൊരു സാറ്റർഡേ ആണ്. ഇന്ന് ഞങ്ങൾ കോയമ്പത്തൂർക്ക് പോവാണ്. അച്ഛൻ, അമ്മ, പിന്നെ കുട്ടി, പിന്നെ അമ്മച്ചനും അമ്മമ്മ ഇന്നുണ്ട് കേട്ടോ. ആക്ച്വലി കോയമ്പത്തൂർക്ക് പോണത് കോയമ്പത്തൂർ ഗംഗ പറഞ്ഞ ഹോസ്പിറ്റലുണ്ട്, അവിടേക്ക് ഇന്നെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. അതായത് എൻ്റെ കാൽ ഓർത്തോ ഹോസ്പിറ്റലുണ്ട് ഗംഗ. അപ്പോൾ എൻ്റെ കാലിന് ഫ്ലാറ്റ് ഫൂട്ടാണ്. ഫ്ലാറ്റ് ഫൂട്ടും ഉണ്ട്. ഫ്ലാറ്റ് ഫൂട്ടിൻ്റെ പ്രശ്നം വേറെ. പിന്നെ എൻ്റെ കാലിന് രണ്ട് കാലിനും ചെറിയ ബോൺ ഗ്രോത്ത് ഉണ്ട്. അതിപ്പോ കണ്ടിട്ടുള്ളൂ. ബൈ ബർത്തിനുള്ള ബോൺ ഗ്രോത്ത് ആണ്. അതെ, ഇപ്പോഴാണ് പെയിൻ തുടങ്ങിയത് ആക്ച്വലി. പക്ഷെ ഇവിടെ കുറെ ഡോക്ടേഴ്സിനെ കാണിച്ചവരൊക്കെ പറഞ്ഞത് ബോൺ ഗ്രോത്തിന്റെ കാര്യം ആദ്യം ആരും പറഞ്ഞില്ല. ഒരുപാട് ഓർത്തോനൊക്കെ കാണിച്ചു. പക്ഷെ അവരൊക്കെ പറഞ്ഞ ഫ്ലാറ്റ് ഫുഡ് കൊണ്ട് മാത്രമാണ് ഈ പെയിന്. പക്ഷെ പിന്നെ ഒരു ഡോക്ടറെ കാട്ടിയപ്പോഴാണ് ഇത് പിന്നെ എന്താ പറയുക ഒരു ഗ്രോത്ത് ഉണ്ട് എന്ന് മനസ്സിലായത്. അങ്ങനെ ഞങ്ങൾ മൗലാനയിൽ അതിന്റെ സ്പെഷ്യലിസ്റ്റ് ഉണ്ടല്ലോ ഡോക്ടർ അൽഷിഫയിൽ ഡോക്ടർ മോഹൻകുമാറിനെയൊക്കെ കാണിച്ചു. അപ്പൊ സർജറി ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ സർജറി ഓക്കെ, അതിലിനി അപ്പുറത്തേക്കൊന്നും ഇല്ലാന്ന് മനസ്സിലായി. പക്ഷെ എന്നാലും കുറെ പേര് പറഞ്ഞു ഇങ്ങനെ കോയമ്പത്തൂർ ഒരു ഓർത്തോ ഹോസ്പിറ്റൽ ഉണ്ട്, ഒന്ന് പോയി നോക്കൂ എന്ന് പറഞ്ഞപ്പോ ഒന്ന് പോയി നോക്കുകയാണ്. ഇനി എന്തെങ്കിലും വേറെ വല്ല മാർഗം ഉണ്ടോ, സർജറി അല്ലാണ്ട് എന്തെങ്കിലും. അപ്പൊ ഞങ്ങൾ ഇന്ന് രാവിലെ ഒരു 4:30 കേപ്പിളിയിലും വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ നേരെ കഴിഞ്ഞ പഴനി വ്ളോഗ് കണ്ടവർക്ക് അറിയുണ്ടാവും, രാമശ്ശേരി ഇഡ്ഡലി. കഴിഞ്ഞ വ്ളോഗിലും ഞങ്ങൾ രാമശ്ശേരി പറഞ്ഞ സ്ഥലത്തൊരു ഇഡ്ഡലിക്കട ഉണ്ട്. ഞങ്ങൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പാലക്കാടായിട്ട് രാമശ്ശേരി ഇഡ്ഡലി. അവിടെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞ വ്ളോഗ് കണ്ടവർക്ക് അറിയുണ്ടാവും. അതുകൊണ്ട് വീണ്ടും അതിനെ കാണിച്ചു പുറയാലോ. ഈ പോക്കോ ഭയങ്കര രസം. കാരണം അമ്മച്ചനുണ്ടല്ലോ, അമ്മച്ചനുണ്ട്, അച്ഛനുണ്ട്. അപ്പൊ അച്ഛൻ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് അച്ഛൻ അങ്ങനെ പോവുള്ളൂ. പക്ഷെ അമ്മച്ചൻ അങ്ങനെയല്ല, അമ്മച്ചൻ വഴി നോക്കി ബോർഡ് നോക്കി. അല്ല, അമ്മച്ചൻ എന്താ വെച്ചാൽ കുറെ കാലം അവിടെയും ഇവിടെയൊക്കെ യാത്ര ചെയ്തുകൊണ്ട് അച്ഛന് വഴി വളരെ ക്ലിയർ ആയിട്ട് അറിയാം. നമ്മള് പിന്നെ കഷ്ടകാലത്തിന് ഡ്രൈവിംഗ് പഠിച്ച ഗൾഫിൽ നിന്ന് പറഞ്ഞാല് എനിക്ക് ഈ വഴിയൊന്നും വന്ന പരിചയമില്ല. അപ്പൊ അച്ഛൻ പറയണെന്ന് വെച്ചാൽ ഏതോ ഒരു സ്ഥലത്ത് ടോളുണ്ട്, ആ വഴി ഇന്ന് കുറെ നേരമായി പറയാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ഫുൾ ടൈം മുറുക്കലായതുകൊണ്ട് കുറച്ച് ശല്യം കുറവുണ്ട്. എത്ര വലിയ ഇതൊക്കെ എന്താണോ. അപ്പൊ എന്താ അറിയോ, അപ്പൊ ഇതല്ലേ അച്ഛൻ വഴി, ഇതാണോ ശരിയായില്ല. അച്ഛൻ കലിപ്പിലാണ് ഇരിക്കുന്നത്. എവിടെ ചെന്ന് ചേരും? ഇനി ആകെ 37 കിലോമീറ്റർ ഉള്ളൂ. ഹൈവേ കയറും അല്ലേ? അപ്പൊ എന്തായാലും ആ വഴിയും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞോണ്ടിരിക്കുകയാണ്. അതെ, അമ്മച്ചൻ അങ്ങനെയാണ്. ഞാൻ ഗൂഗിൾ ഇട്ടണല്ലോ. ഇത്രയും നേരം ഞാൻ വ്ളോഗ് എടുത്തു. അതിനൊന്നും എന്റെ അമ്മമ്മ ഉണ്ടായിരുന്നു. അമ്മച്ചനെ പറ്റി കുറ്റം പറഞ്ഞു എന്റെ അമ്മമ്മ ഓടി വരും. അത് എവിടുന്നായാലും വീട്ടിലൊക്കെ അമ്മച്ചൻ എന്തെങ്കിലും ചെയ്തിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മമ്മ അടുക്കളയിൽ ഓടി വരും. കയ്യിൽ മീൻ കഴിക്കുകയാണെങ്കിലൊക്കെ ഓടി വരും. അതായത് അമ്മച്ചനെ കുറ്റം പറഞ്ഞാലല്ലേ? അല്ല, കുറ്റം പറഞ്ഞവർക്ക് എതിരെ പറയാനല്ലോ. അല്ല അതിനല്ല അതി പറയാൻ പറഞ്ഞു. അതിനല്ല. അതെ അല്ല, എന്താ പറയാ, രാവിലെ നമ്മള് പറഞ്ഞില്ലേ അവിടെ നാളെ വീട്ടിലെ അച്ഛനെ കാണാൻ ആള് എന്നുള്ള കഥ. അമ്മച്ചനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് അയിലും വന്നിട്ട് ഒന്നും പറയില്ല. ശരിക്കും പറയുകയാണെങ്കിൽ അതല്ല, ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് സങ്കടം വന്നില്ല. ഇവന്റെ കാല് ആ സ്കൂളിലെ പരിപാടിക്ക് ഒഴിഞ്ഞു പറഞ്ഞപ്പോ അവന് സ്കൂളിൽ എന്തൊക്കെയോ ദഫ്മുട്ട് അത് ഇതൊക്കെ പ്രോഗ്രാമിന് അവനെ സെലക്ട് ചെയ്തു. പക്ഷെ അവന് കളിക്കാൻ പറ്റില്ല പറഞ്ഞിട്ട് അവൻ ടീമിൽ നിന്ന് ഒഴിഞ്ഞു. കാരണം കാല് വേദനിച്ചിട്ട്. അങ്ങനെ ഇപ്പൊ അവന് ഭയങ്കര ഇഷ്ടമാണ് ബാഡ്മിന്റൺ. അത് അവന്റെ ഇഷ്ടപ്പെട്ട സ്പോർട്സ് ഒന്നും കളിക്കാൻ ഒന്നും പറ്റില്ല. ഫുട്ബോൾ അവന് ഭയങ്കര ഇഷ്ടമാണ്, ഒന്നും പറ്റുന്നില്ല. അപ്പൊ ആ ഒരു അവസ്ഥയാണ് ശരിക്കും ഭയങ്കര വിഷമം. അപ്പൊ അതുകൊണ്ടാണ് എന്തെങ്കിലും മാർഗം ഉണ്ടായിട്ട്. അപ്പൊ ഞങ്ങള് ഇനി ഏപ്രിലിൽ സർജറി ചെയ്യാന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഇനി അതല്ലാണ്ട് ഈ വേദന ഇല്ലാണ്ട് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെങ്കിലോ വിചാരിച്ചിട്ടാ പോണത്. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പൊ ഇത് കേട്ടപ്പോൾ ടോക്കൺ എടുത്തിട്ടൊക്കെയാണെന്ന് പറഞ്ഞപ്പോൾ ഒരു തോന്നലുണ്ട് കുറേ നേരം പിടിക്കുന്നുണ്ടാവും. നമ്മൾ വിചാരിച്ചത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ
8:30 എന്ന് പറഞ്ഞാൽ 8:30 അങ്ങനെയാണല്ലോ എല്ലായിടത്തും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല അത്രേ. അപ്പൊ ഇനി പോയി നോക്കിയിട്ട് എങ്ങനെയാ വിവരം നോക്കുള്ളത് പറയാം. അതേപോലെ തന്നെ ഇവൻ കളിക്കാൻ നമ്മൾ ചീത്ത അറിയുന്നില്ലേ, കളിക്കാൻ നീ ഓടുന്നില്ല നടക്കണില്ല എന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ചെക്കന് കാലിന് വേദനയാണെന്ന് ആരും അറിഞ്ഞില്ല. കാലിന് ഇത്ര വേദന ഉള്ള കാര്യം സത്യാണ്. സുന്ദര ചെക്കനാണ്. കുറച്ച് ഓവറായാലും എല്ലാരും പറഞ്ഞില്ല വേദന എന്നുള്ളത്. ചോവറായാലും എല്ലാരും അവന് കാണിച്ചത് നമ്മൾ അറിഞ്ഞില്ലല്ലോ. ഓവറാക്കി അതിനെ ചീത്ത അറിഞ്ഞില്ല. എത്ര അമ്മ പറഞ്ഞേക്കാ അതല്ല എന്തെങ്കിലും ഇവള് എന്തെങ്കിലും എടുത്ത് കണ്ണാ പോയി എടുത്തോണ്ടേ. ഈ ചെക്കൻ പാവ അമ്മയ്ക്ക് വയ്യ അറിയും. കാലിന് വേണിച്ചിട്ടാണേ ഈ വൃത്തിയായിട്ട് എല്ലാവരും മടിയനാണെന്നൊക്കെ പറഞ്ഞു. അമ്മയ്ക്ക് നടക്കില്ല എന്നോട് ഓടിച്ചാടാനൊക്കെ പറഞ്ഞു എല്ലാരും. അതന്നെ സത്യം. നിന്റെ അമ്മ ഭയങ്കര സാധനം. അമ്മ കൊറേ നേരം വാളയാർ ചെക്ക് പോസ്റ്റ് കാണണം, വാളയാർ ചെക്ക് പോസ്റ്റ് കാണണം. അമ്മയ്ക്ക് എന്തിനാ വാളയാർ ചെക്ക് പോസ്റ്റ് അറിയോ? അമ്മേന്റെ മറ്റേ ദിലീപ് അവിടെ ഉണ്ടാവും. പഴയ അമ്മ എപ്പോഴും വാളയാർ ചെക്ക് പോസ്റ്റ് പറഞ്ഞ പഴയ പരമശിവം വാളയാർ അപ്പം വാളയാർ പരമശിവത്തിൽ നിൽക്കാണ് പഴയ. എന്താണ് ഇത് ലോറിയൊക്കെ ഞാൻ കുറെ ഇതാ കണ്ടതാ വാളയാർ ചെക്ക് പോസ്റ്റ്. ഇത് അതാണ് വാളയാർ. തൽക്കാലം അതാണ് വാളയാർ. ഗൂഗിൾ മാപ്പിന് കടുത്ത വെല്ലുവിളിയാണ് എന്റെ അമ്മായിയപ്പൻ. എന്റെ അമ്മായിയപ്പൻ അതിനിടയ്ക്ക് പറയും എന്റെ അച്ഛൻ. എന്റെ കുട്ടേട്ടന് ശേഷം ഉർവശി തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്നു എന്റെ അച്ഛൻ, എന്റെ കുട്ടേട്ടൻ, എന്റെ അച്ഛൻ. ഒരു രക്ഷയില്ല. സത്യം പറഞ്ഞിട്ട് അച്ഛന് വഴിയൊക്കെ അറിയാം. അത് ഞാൻ സീരിയസ് ആയിട്ട് പറയാം. അമ്മച്ചന്റെ പ്രൈം ടൈമിൽ കൊറേ കറങ്ങി നടന്ന മനുഷ്യനാണ്. പ്രൈം ടൈമില് നല്ല ഇഷ്ടമായിട്ട് എനിക്ക് റോഡ്. എടാ നമുക്ക് ബൈക്കിന് വരും ഒരു ദിവസം. അയ്യോ നമുക്ക് ഏതെങ്കിലും ഒരു 650 വണ്ടി കൊണ്ട് ട്രയംഫിന്റെ 1,200 എടുത്തുകൊണ്ട് വരണം. വരണം. യുദ്ധം അങ്ങോട്ട് പോവാത്ത മെയിൻ റോഡിലേക്ക് ചേരാത്തെന്താ? ചെറിയ വഴി കൂടി ഇങ്ങനെ ഒരു സൈഡ് പഴയ വഴിയാണ്. അതാണ് ഇത് പഴയ കോയമ്പത്തൂർ വഴി, അത് പുതിയ കോയമ്പത്തൂർ വഴി. അങ്ങനെ ഞങ്ങൾ ഗംഗ ഹോസ്പിറ്റലിലെത്തി. ഇതാണ് ഗംഗ ഹോസ്പിറ്റലിലെ റിസപ്ഷൻ. ഇവിടെ വന്നു. ഫസ്റ്റ് ടൈം രജിസ്ട്രേഷൻ ആയതുകൊണ്ട് ടോക്കൺ തന്നു. 28, 29 ഇതുപോലെ ടോക്കൺ തരും. ഈ ടോക്കൺ അവരവിടെ അനൗൺസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെന്ന് രജിസ്ട്രേഷൻ എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഏതായാലും ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പിന്നെ ഇവിടെ എന്താ വെച്ചാൽ ഒരു പേഷ്യൻറ്റിന് ഒരാൾ മാത്രമേ കയറാൻ പറ്റുള്ളൂ. എനിക്കും ഏതായാലും ഷോൾഡറിന് ഒരു പെയിൻ ഉണ്ട്. അപ്പോൾ എനിക്കും കൂടി കാണിക്കാനുള്ള പരിപാടിയാണ്. ഒരു പേഷ്യൻറ്റിന് ഒരു ടോക്കൺ എന്നുള്ള കണ്ടീഷനിൽ വെയിറ്റിംഗ് ആണ്. പേഷ്യൻ അറ്റൻഡർക്കും ടോക്കൺ. ഗായ്സ് ഇവിടെ ഭയങ്കര അടിയാണ്. അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. സെക്യൂരിറ്റിക്കാരനും അച്ഛനും അമ്മയായിട്ട് അടി. ഒരാളെ മാത്രമേ ഉള്ളിൽ കയറ്റുള്ളൂ പറഞ്ഞിട്ട് അമ്മയ്ക്ക് ഉള്ളിൽ കയറണം, അച്ഛനും ഉള്ളിൽ കയറണം. ഗംഗ ഹോസ്പിറ്റലിൽ അച്ഛനെ അമ്മേനെ ഉള്ളിൽ കയറ്റിയില്ല. അച്ഛനെ അല്ലെങ്കിൽ അമ്മേനെ ആരെങ്കിലും ഒരാളെ മാത്രമേ ഉള്ളിൽ കയറ്റുള്ളൂ. അപ്പോൾ ഇവള് സമ്മതിച്ചില്ല. അച്ഛനെ അമ്മേനെയും പിരിയാൻ പറ്റില്ല. അപ്പൊ രണ്ടുപേരും പുറത്താക്കി. അപ്പൊ അച്ഛനും അമ്മയും കോയമ്പത്തൂർ അങ്ങാടി കാണാൻ വേണ്ടി പോയിരിക്കുന്നുണ്ട്. ഫ്ലാഷ് ബാക്ക്. ഗംഗ ഹോസ്പിറ്റലിനെ കിടുകിട പറപ്പിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഭാര്യ വിധു സ്വന്തം അച്ഛനെയും അമ്മേനെയും ഉള്ളിലേക്ക് കയറ്റില്ല എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് സെക്യൂരിറ്റിയുമായി ഭയങ്കര അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെന്ന് പറയുന്നില്ല. കോയമ്പത്തൂർ ടൗണിനെ കംപ്ലീറ്റ് പറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അണ്ണന്മാരൊക്കെ പേടിച്ചോടുന്ന സംശയമുണ്ട് കേട്ടോ. ഭയങ്കര അടിയൊക്കെ കഴിഞ്ഞതാ തിരിച്ചു വരുന്നുണ്ട്. എന്തോ കൊച്ചി പാണ്ടിപ്പടയിലുള്ള വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇട്ട് അടിച്ചിട്ട് ഉള്ള അണ്ണന്മാരൊക്കെ ജീവനും കൊണ്ട് ഓടിയെന്നാണ് കേട്ടത്. കോയമ്പത്തൂർ സെക്യൂരിറ്റികളൊക്കെ രാജിവെച്ച് പോയി ഗംഗ ഹോസ്പിറ്റലിൽ. എന്താ ചെയ്തു? പ്രശ്നം ചെയ്യൂ? കൊളാക്കിയില്ലേ? ഞങ്ങൾക്ക് ഡോക്ടറെ കാണണം. ഞങ്ങൾ കാണട്ടെ അല്ലേ കുട്ടപ്പ? നമ്മളുണ്ടാണല്ലേ പേഷ്യൻസ്.
ഞാനും ഇന്നെ കാണിക്കണ്ടേ, കാരണം എനിക്കെൻ്റെ നട്ടല് ഉണ്ടോ എന്ന് സംശയമുണ്ട്. ഞാനേ ഞങ്ങള് ഈ അങ്കിളുമാരുടെ പ്രശ്നത്തിലൊക്കെ ഇടപെട്ടു. ആ ആ മോനും മകളും കൂടിയാ വന്നത്. ഈ പാവം മനുഷ്യനെ പുറത്ത് നിർത്തിയിട്ട് മോനും വൈഫും പോയി വിടുന്നില്ല. അതെ അതെ അതെ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ പോയതാണ് എൻ്റെ ഭാര്യ. ഞങ്ങൾക്ക് ഇവിടുത്തെ ചികിത്സ ആവശ്യമുണ്ട്, അതുകൊണ്ട് നമ്മളെന്ന് സഹിച്ച് നിൽക്കുക, വേറെ മാർഗമില്ല. എൻ്റെ മുത്തുമണി കൈ വിട്ട് പോയാൽ ദിസ് ഇസ് കോയമ്പത്തൂർ മുത്തേ. ഇത് സിറ്റുവേഷൻ ഭയങ്കര മോശമായിട്ടാണ്. അങ്ങനെ ഗംഗ ഹോസ്പിറ്റലിനകത്തുള്ള പീഡിയാട്രിക് ഒ പി ഒക്കെയാണ്. ഭയങ്കര സിസ്റ്റമാറ്റിക്കാണ്. ഭയങ്കര സിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞാൽ ഭയങ്കര സിസ്റ്റമാറ്റിക്കാണ്. എന്നോ ചെറിയ കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് സിറ്റുവേഷൻ പറ്റില്ല, നാട്ടിൽ ഇല്ല എന്നല്ല, പക്ഷേ ഇവിടെ കോയമ്പത്തൂർ ഗംഗ ഹോസ്പിറ്റലിൽ ഭയങ്കര സിസ്റ്റമാറ്റിക്കല്ലേ. ഇപ്പോൾ എല്ലാ കാര്യത്തിലും സിസ്റ്റമാറ്റിക്. അപ്പോൾ ഇവൻ്റെ കാലൊക്കെ എക്സാമിൻ ചെയ്ത് തന്നെ ഇവർ നടക്കാനും അതിനനുസരിച്ചൊക്കെ നല്ല പ്രോപ്പർ ആയിട്ടാണ് അവർ ചെക്ക് ചെയ്തിട്ട് പാനൽ ഓഫ് ഡോക്ടേഴ്സ് വന്നിട്ടൊക്കെ ചെക്ക് ചെയ്തില്ല വിധു. സീരിയസ് ആയിട്ട് നമ്മൾ അല്ലാതെ പിന്നെ വരില്ല എന്താ. പക്ഷെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ നമുക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല, എന്നാലും തോന്നിപ്പോകും. അതെ കറക്റ്റ്, വെറുതെ ഡിലേ ഇല്ല കേട്ടോ, എല്ലാം സിസ്റ്റമാറ്റിക്കാണ്. ഇപ്പോൾ കാലൊന്ന് റെഡിയായി എന്താ സ്ഥിതി എന്ന് അറിഞ്ഞാൽ മതി. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞു ഇവിടെ കോയമ്പത്തൂരിൽ കേട്ടോ. കോയമ്പത്തൂരിൽ റിട്ടേൺ വന്നുകൊണ്ടിരിക്കുകയാണ്. സംഭവം എന്താ വെച്ചാൽ ഞാൻ ജസ്റ്റ് ഒരു എന്തിനാണ് ഞങ്ങൾ വന്നതെന്നുള്ള രാവിലെ ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇവരൊക്കെ ബാക്കിൽ എല്ലാവരും കിടന്ന് ഉറങ്ങി. കാരണം ഞങ്ങൾ പുലർച്ചെ ഒരു 3 മണിക്ക് എണീറ്റിട്ട് പോകുന്നതാണ്. അമ്മയൊക്കെ എനിക്ക് തോന്നുന്നു 2:45 എണീറ്റിരിക്കുന്നത്. അച്ഛൻ ഇന്നലെ കിടന്നുറങ്ങിയിട്ടുണ്ടല്ലോ അതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ക്ഷീണം കാരണം കിടന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തിനാണ് പോകുന്നതെന്നുള്ളത് പറയാം. ഞാൻ രാവിലെ പറഞ്ഞ പോലെ തന്നെ കുട്ടപ്പൻ്റെ കാലിൽ ഇവന് ബൈ ബർത്ത് ഇവന് ആർച്ചില്ല. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ദുബായിലുള്ളപ്പോൾ ആർച്ച് സപ്പോർട്ടിന് ഷൂ പറഞ്ഞു. ആ ഷൂവും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ മണലിലൂടെ നടത്തിക്കാനും പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കുറച്ചൊക്കെ നടത്തിച്ചിരുന്നു. പക്ഷേ ഈ സമയത്ത് എന്താ വെച്ചാൽ നമ്മളും സീരിയസ് ആക്കിയില്ല, ഞങ്ങൾക്കും അറിയില്ലായിരുന്നു, ഞങ്ങളും സീരിയസ് ആക്കിയില്ല. പിന്നെ എന്താ വെച്ചാൽ അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇതുപോലുള്ള ഡോക്ടേഴ്സ് വളരെ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാം. ഇത് ഞാനൊരു ഇൻഫോർമേറ്റീവ് ഇതുപോലെ പറയട്ടെ. ആർക്കെങ്കിലും നിങ്ങളെ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ എന്നുള്ള കണ്ടീഷൻ. അപ്പോൾ എന്തെങ്കിലും അപ്പോൾ അത് ആരെങ്കിലും മര്യാദയ്ക്ക് പറഞ്ഞു തരണം. ആരും പറഞ്ഞു തന്നില്ല. അങ്ങനെ കഴിഞ്ഞ ശേഷം ഒരു 13 വയസ്സുള്ള സമയത്താണ് നമ്മുടെ നാട്ടിലുള്ള കുറച്ച് ഡോക്ടേഴ്സിനെ കാണിച്ചു. അപ്പോൾ ഡോക്ടേഴ്സിനെ കാണിച്ച സമയത്ത് ഇനീഷ്യലി എല്ലാവരും പറഞ്ഞിട്ട് ഇവന് ആർച്ചില്ലാത്തതുകൊണ്ടാണ് അവൻ്റെ കാലിന് വേദന എന്ന് പറഞ്ഞു. ശരിയായിക്കോളും, നീരാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവിടെ കൊണ്ടുപോയിട്ട് ഈ പറഞ്ഞ പോലെ പെയിൻ കില്ലേഴ്സും അതുപോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സൊക്കെ കഴിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇത് എത്രയായിട്ടും വേദന കുറവില്ലാത്തത് കൊണ്ട് ലാസ്റ്റ് ടൈം ഞങ്ങളുടെ നാട്ടിലുള്ള കുറച്ച് സീനിയർ ആയിട്ടുള്ള കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ പ്രൊഫസറായിട്ടുള്ള ഒരു ഡോക്ടറെ കണ്ടു. പുള്ളി ഒറ്റയടിക്ക് നോക്കിയ സമയത്ത് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, ആർച്ച് മാത്രമല്ല, ആർച്ചിനൊക്കെ മനസ്സിലായി, കാലിൽ ഈ കുഴി, ആർച്ചിൻ്റെ ഇഷ്യൂ മാത്രമല്ല, അവിടെ ഒരു ബോൺ ഗ്രോത്ത് ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ആ ബോൺ ഗ്രോത്ത് ഉള്ളത് കൊണ്ടാണ് ഇവന് പെയിനായിട്ട്. കാരണം പണ്ട് തന്നെ ബൈ ബർത്ത് തന്നെ ഈ ഒരു ബോൺ ഗ്രോത്ത് ഉണ്ട്. പക്ഷേ എന്താ വെച്ചാൽ 10-13 വയസ്സാവുന്ന സമയത്ത് നമ്മൾ വെയിറ്റ് ഒക്കെ കൂടുന്ന സമയത്താണ് ആർച്ച് ഇല്ലാത്തതുകൊണ്ട് ഇത് അമരുമ്പോൾ ആ ബോണിലേക്കാണ് ഈ വന്നിട്ടുള്ള ഈ ആർച്ചിൻ്റെ മസിൽസ് ഡെവലപ്പായി വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഇങ്ങനെ നമ്മളിപ്പോൾ മെഡിക്കൽ കാര്യങ്ങൾ അറിഞ്ഞിട്ടല്ല, അവർ പറഞ്ഞ കാര്യങ്ങൾ പറയാട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ബോൺ സർജറി കൊണ്ട് റിമൂവ് ചെയ്യണം, വേറെ യാതൊരു വഴിയില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ വീണ്ടും വേറൊരു സീനിയർ ഡോക്ടറെ കാണിച്ചു, വളരെ സീനിയർ ആയിട്ടുള്ള ഡോക്ടറെ കാണിച്ചു. അപ്പോൾ പുള്ളിയും പറഞ്ഞു ഇതേ സംഗതി തന്നെയാണ് ആളും പറഞ്ഞിട്ടുള്ളത്, സർജറി വേണം. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് മുൻകൂട്ടി അറിയണമെന്നുണ്ടെങ്കിൽ ഈ വെക്കേഷൻ സമയത്ത് നമുക്ക് സർജറി നടത്തായിരുന്നു. പക്ഷേ ആ സർജറി നമ്മൾ നടത്താൻ ഞങ്ങൾ അറിഞ്ഞില്ല. പിന്നെ ഇപ്പം എന്താ വെച്ചാൽ ഒരു അടി പോലും നടക്കാൻ വയ്യ, ഒരു കളി കളിക്കാൻ കഴിയില്ല, അവന് തടിയൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടിക്ക് ഫുട്ബോൾ അങ്ങനത്തെ ഒരുപാട് ബാസ്കറ്റ് ബോൾ കളിച്ചിരുന്നു, ഒന്നും അവന് വയ്യ, കാരണം അത്രയും പെയിനായിട്ട് നിൽക്കുന്ന സമയം. അപ്പോൾ നമുക്കെന്താ വെച്ചാൽ ഒരു കാര്യം അറിയാം. അങ്ങനെയാണ് എൻ്റെ ഓഫീസിലുള്ള കലീഗ് പറഞ്ഞത്, നിങ്ങൾ ഇതിങ്ങനെ വെച്ച് കൊണ്ടുപോകാതെ ഗംഗാ ഹോസ്പിറ്റലിൽ ഒന്ന് വന്ന് നോക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു, കോയമ്പത്തൂർ. അതാണ് ഞാൻ ഈ പറഞ്ഞു കൊണ്ടുവരുന്നത്. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അറിയുന്ന ഒരു ഇൻഫർമേഷൻ നിങ്ങളോട് ഷെയർ ചെയ്യാന്നുള്ള കണ്ടീഷനിലാണ്. കാരണം വെച്ചാൽ ഞങ്ങളിപ്പോൾ ഒന്ന് ഗംഗയിൽ വന്നു. കാരണം വെച്ചാൽ ഗംഗ എന്ന് പറഞ്ഞാൽ ഒരു നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, അറിയുന്നവർക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പറയുകയാണ്. അതായത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്, A to Z പക്ക പ്രൊഫഷണലാണ്. പിന്നെ എന്താ പറയുക, അത്രയും അടിപൊളി. നമുക്ക് എങ്ങനെയാണെന്ന് ഞാൻ വിവരിച്ചു തരാമെന്ന് എനിക്കറിയില്ല. കാരണം വെച്ചാൽ എല്ലാം കൊണ്ടും അവരുടെ ആ ഒരു ഇവർ എക്സാമിൻ ചെയ്യുന്ന പാനൽ ഓഫ് ഡോക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലും എല്ലാവരും അത് അത്രയും ശ്രദ്ധിച്ചായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ട് ഞാൻ എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ രാവിലെ കണ്ടല്ലോ. അപ്പോൾ ഇവൻ്റെ കേസിൽ കൂടെ കിടന്നോളൂ, പിന്നെ കുഴപ്പമില്ല, കൂടെ കിടന്നോളൂ, അവിടെ തലച്ചു കിടന്നോളൂ. പിന്നെ എല്ലാവരും ഉറക്കം വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവിച്ചാൽ ഇവൻ്റെ കേസിൽ ഈ ആർച്ചിൽ സർജറിയുടെ കാര്യം അവർ പറഞ്ഞില്ല. അവർ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഈ പറഞ്ഞ ആർച്ച് സപ്പോർട്ട്, ആർച്ച് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പരിപാടി ഉണ്ട്. അതെന്ന് വെച്ചാൽ ഈ അതാണ് ഫുട്വെയർ തന്നെയാണ്. അത് ഇവിടെ ഒരു ഫുട്വെയർ നോവ ഫുട്വെയർ ആൻഡ് സർവീസസ് എന്ന് പറഞ്ഞിട്ടുള്ള അവർ ഇതിനുള്ള ഒരു സ്കാൻ ചെയ്തിട്ട് എത്രത്തോളം ആർച്ച് ഡെവലപ്പ് ചെയ്യാനുള്ള ഇത് വേണമെന്നുള്ള ആ ഒരു സംഗതി പറഞ്ഞു. അപ്പോൾ എത്രത്തോളം ആർച്ച് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഫുട്വെയർ ഇൻസോൾ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം, പ്രത്യേക സ്പെഷ്യലി ഡിസൈൻ ഷൂസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് പിന്നെ ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷേ എന്താ പ്രോബ്ലം വെച്ചാൽ ഞങ്ങളിപ്പോൾ ഒന്ന് കോയമ്പത്തൂരിൽ നിന്ന് മടങ്ങുകയാണ്, ഞങ്ങൾ ഇവിടെ അത് കംപ്ലീറ്റ് ചെയ്തില്ല. റീസൺ എന്താ വെച്ചാൽ ഇവിടെ ഇന്നിപ്പോൾ സ്കാൻ ചെയ്ത് എടുത്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഡെലിവറിക്ക് ഇവിടെ തന്നെ വരണം. പക്ഷേ ഇതേ സർവീസസ്, ഇവരുടെ സർവീസസ്
കാലിക്കറ്റ് അവൈലബിൾ ആണെന്ന് വെച്ചാൽ കാലിക്കറ്റ് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് തന്നെ ഭയങ്കര സന്തോഷം. ഞങ്ങൾ എന്താ വെച്ചാൽ ഭയങ്കര ടെൻഷനില്ല. കാരണം വെച്ചാൽ സർജറി എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പം ചെറിയ സർജറി ഒക്കെ ആയിരിക്കും, പക്ഷെ എന്നാലും കീറണ്ടേ. അപ്പോൾ ആ ഒരു സംഗതിയിൽ ഭയങ്കര അപ്സെറ്റ് ആയിരുന്നു ഞങ്ങൾ സീരിയസ്ലി. പിന്നെ ഇപ്പോൾ എന്താ വെച്ചാൽ ഈ കുട്ടിക്ക് നടക്കാൻ പോലും ഞങ്ങൾക്ക് ഇങ്ങനെ വിഷമം തോന്നി. ഇപ്പോൾ എന്തെങ്കിലും അവരോട് എടുത്തുകൊണ്ടിരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ കാലും വെച്ച് ഓടും, പക്ഷെ എന്നാലും നമുക്ക് നടക്കണമെങ്കിൽ തന്നെ നമുക്ക് ഭയങ്കര വിഷമം തോന്നിയല്ലോ. ഞങ്ങൾ പറയാൻ കാരണം വെച്ചാൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഇതുപോലുള്ള സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ ഇത് ചെറിയ അവിടെയും ഇവിടെയൊക്കെ ഡോക്ടേഴ്സിനെ കാണിച്ചിട്ട്, ഇപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല കാണുന്നവർക്ക്, പക്ഷേ ബെറ്റർ ഒരു നിങ്ങളിപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് പറയുകയാണ്. ഇന്നിപ്പോൾ ഗംഗയിൽ വന്നിട്ടുള്ള, അപ്പോൾ ഇവരിപ്പോഴും മാറിയിട്ടല്ല ഞാൻ പറയുന്നത്, ബട്ട് അറ്റ്ലീസ്റ്റ് അവർ പറഞ്ഞു തന്നിട്ടുള്ള സംഗതികൾ വെച്ച് നോക്കുമ്പോൾ, പിന്നെ അവരുടെ ഡീലിങ്സും ഡോക്ടേഴ്സിൻ്റെതും എല്ലാം കൂടി വെച്ച് നോക്കുന്ന സമയത്ത് ഗംഗ ഒരു അൾട്ടിമേറ്റ് ചോയ്സാണ്. ഇത് ഞാൻ ഒരു കാര്യം കൂടി ഗംഗ ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ പറയാനുള്ള റീസൺ എന്ന് വെച്ചാൽ, ഒരു പക്ഷേ ചിലപ്പോൾ പല ആൾക്കാർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ എനിക്കൊരു ചെറിയ ഇഷ്യൂ ഉണ്ടായി. കാരണം അത് എൻ്റെ ഈ പണ്ട് ഗൾഫിൽ വെച്ചിട്ട് ആക്സിഡൻറ്റ് ആയപ്പോൾ ഒരു ടോട്ടൽ ലോസ് ഒക്കെ ഉണ്ടായിരുന്നു വണ്ടി. ആ സമയത്ത് വിപ്ലാഷ് ഇഞ്ചറി എന്ന് പറയും, തലക്കൊരു ഒരു സ്പൈനിന് നമ്മുടെ നട്ടലിനൊരു പ്രശ്നം വന്നതാണ്. ആ പ്രശ്നം കൊണ്ട് അതാണ് പ്രോബ്ലം, സ്പൈനിൻ്റെ പ്രശ്നം കൊണ്ടാണെന്ന് പറഞ്ഞൊരു കേസ് ഉണ്ടായിരുന്നു. അതിന്ന് ഇവിടെ ഒന്ന് കംപ്ലീറ്റ് ഡയഗ്നൈസ് ചെയ്തപ്പോൾ ഇവരുടെ അഭിപ്രായ പ്രകാരം എനിക്ക് എന്താണോ ഫീലിംഗ് ഉണ്ടായത് അത് ഇവർ ഏകദേശം കണ്ടുപിടിച്ച പോലെ സംസാരിച്ചു. അതായത് എനിക്കത് മസിലിൻ്റെ ഇഷ്യൂസാണ്. കാരണം വെച്ചാൽ ഞാൻ പണ്ട് ഒരുപാട് ജിമ്മിൽ പോയി ഷോൾഡറിന് വർക്കൗട്ട് ചെയ്തതുകൊണ്ട് അതിൻ്റെ ഒരു സ്ട്രെസ്സും സ്ട്രെയിനും കാരണം സംഭവിച്ചാണെന്ന് അവർ പറയുന്നത്. എന്തായാലും അതിപ്പോൾ ഒരു 30 days കഴിഞ്ഞിട്ട് വീണ്ടും ഒരു MRI, കുറവില്ലെങ്കിൽ MRI എടുക്കാനൊക്കെ പറയും. അപ്പോൾ ഞാൻ പറയാൻ കാരണം വെച്ചാൽ അത്രയും പ്രൊഫഷണലാണ്. നമുക്കെന്താ വെച്ചാൽ എല്ലാം കൊണ്ടും ഇഷ്ടപ്പെടും. ഇപ്പോൾ ഇത്ര അധികം ഗംഗേനെ പുകഴ്ത്തി പറഞ്ഞിട്ട് നമുക്കിതൊന്നും കേൾക്കില്ല. ഞാൻ പറയാനുള്ള കാരണം വെച്ചാൽ ഇതുപോലെ ഓർത്തോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ ഒരു രാവിലെ വന്നു കഴിഞ്ഞാൽ ചെയ്യാവുന്നേ ഉള്ളൂ. നമുക്ക് മുൻകൂട്ടി ഒരാഴ്ച മുന്നേക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ബുക്ക് ചെയ്തു എന്ന് വിചാരിച്ചാൽ നമുക്ക് അവിടെ കിട്ടിയെന്നില്ല. ബുക്ക് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ രാവിലെ 8 മണി 8:30 എത്തുകയാണെന്നുണ്ടെങ്കിൽ ടോക്കൺ എടുക്കുക. ടോക്കൺ എടുത്ത് കഴിഞ്ഞാൽ വളരെ ക്വിക്കായിട്ട് കാണാൻ പറ്റും. ഡോക്ടേഴ്സ് വളരെ സീരിയസ് ആണ്. സീരിയസ്ലി ഒരു 3-4 ഡോക്ടേഴ്സ് വന്നിട്ടാണ് ഒരുമിച്ച് ഡിസ്കസ് ചെയ്തിട്ടാണ്, ടീമായിട്ടാണ് അവർ നമ്മുടെ എന്താ പറയുക ഡയഗ്നോസും കാര്യങ്ങളൊക്കെ നടത്തുക. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ കേസിൽ MRI എടുക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. പക്ഷേ MRI എടുക്കാൻ പറഞ്ഞാൽ നെക്സ്റ്റ് കുറവില്ലെങ്കിൽ മാത്രം MRI, അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിൽ MRI എടുക്കാതെയും ബാക്കിയുള്ള ടെസ്റ്റ് ചെയ്യാതെ അവിടുന്ന് വിടില്ല. ആ ഒരു സംഭവം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം കൂടി എടുത്ത് പറയാതെ വയ്യ. ഞങ്ങളത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഒരു ഷോപ്പിംഗ് മോളിൻ്റെ അവിടെ ബ്രൂക്സ് ഫീൽഡ് ഉണ്ട്, അവിടെ പോയി ലഞ്ച് ഈവനിങ് ആയി ലഞ്ച് കഴിച്ചു. സത്യം പറഞ്ഞാൽ പാലക്കാട് തിരിച്ചു പോകുന്ന സമയത്ത് കൊല്ലങ്കോടോ എൻ്റെ മുതലമട റെയിൽവേ സ്റ്റേഷനിലെ വെട്ട മൂവിയിലൊക്കെ ഉള്ള അവിടെയൊക്കെ പോകണമെന്നൊരു പരിപാടി ചിന്തിച്ചിരുന്നു. ലേറ്റായ സ്ഥിതിക്ക് ഇപ്പം ഞാൻ ആ ഒരു പരിപാടി നോക്കുന്നു. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ, ഇതാണ് സംഭവം. അപ്പോൾ ആർക്കെങ്കിലും ഈ ഓർത്തോ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നാട്ടിലുള്ള ചെറിയ ഡോക്ടേഴ്സ് കുഞ്ഞു പരിപാടികൾ കാര്യങ്ങളായിട്ട് അത് വെച്ച് നോക്കാതിരിക്കുക. കാരണം എന്താ വെച്ചാൽ ഇപ്പം ഞങ്ങൾക്കുള്ളൊരു അനുഭവം അറ്റ്ലീസ്റ്റ് ഇതൊരു 5-6 മാസം മുന്നേ, കുറച്ച് കാലം മുന്നേ അറിഞ്ഞു, 1-1.5 വർഷം മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ ബൈ ദിസ് ടൈം ഇവൻ എന്തെങ്കിലും രീതിയിലൊരു ക്യൂർ ഉണ്ടാവുമായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ഇല്ല. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. അടുത്തൊരു വീഡിയോയിൽ കാണാം.